അപ്പോൾ എപ്പിസോഡ് 3ലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാൻക്രിയാറ്റിക് ക്യാൻസറിനെ കുറിച്ചും എൻ്റെ അമ്മയുടെ ഡയഗ്നോസിസിന് ശേഷം ഞങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് പാൻക്രിയാറ്റിക് ക്യാൻസറിനെ കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കുവാനായിട്ടുള്ള ഒരു സംരംഭത്തിൻ്റെ ഭാഗമായിട്ട് പല എപ്പിസോഡുകളായിട്ട് ഇതിൻ്റെ ആരംഭവും ലക്ഷണങ്ങളും നമ്മൾ യൂഷ്വലി അവഗണിക്കുന്ന സൈൻസ് ആൻഡ് സിംറ്റംസിനെ കുറിച്ചുള്ള ഒരു സീരീസാണ് ഈ യൂട്യൂബ് വീഡിയോ. അപ്പം ഈ എപ്പിസോഡ് 3 ഡിസ്ക്രൈബ് ചെയ്യുന്നത് ശരീരത്തിൽ കാണുന്ന മുന്നറിയിപ്പ്, ചില ലക്ഷണങ്ങൾ നമ്മൾ അവഗണിക്കാതെ സൂക്ഷിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. വെൽക്കം ടു എപ്പിസോഡ് 3, എ ഡോട്ടേഴ്സ് സ്റ്റോറി ഓൺ മദേഴ്സ് പാൻക്രിയാറ്റിക് ക്യാൻസർ. എൻ്റെ പേര് JC വാർഗസ്. അടുത്ത ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പാൻക്രിയാസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമ്മൾ ഓൾറെഡി എപ്പിസോഡ് 1ലും 2ലും പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ശരീരം പലപ്പോഴും നമ്മുടെ രോഗങ്ങളെക്കുറിച്ച് മുൻകൂട്ടി സൂചനകൾ നൽകാറുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ അതിനെ അവഗണിക്കാറുണ്ട്. കാരണം നമ്മൾ യൂഷ്വൽ ലൈഫിൽ ബിസിയാണ്, നമ്മളെ ടേക്ക് കെയർ ചെയ്യാനുള്ള സമയം കണ്ടെത്താറില്ല. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഈ എപ്പിസോഡിൽ ശരീരത്തിൽ കാണുന്ന ചില പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് എന്ന് വിളിച്ചറിയിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ടോക്കാണ്. പാൻക്രിയാസ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഒരു ഓർഗൻ ആണെങ്കിലും അതിന് പ്രധാനമായ പങ്ക് നമ്മുടെ ദഹനത്തിനും ശരീരത്തിലെ പഞ്ചസാര നിയന്ത്രണത്തിനും ഉള്ളതാണെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പാൻക്രിയാസുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ശരീരത്തിൽ കാണുമ്പോൾ ചെറിയ മാറ്റങ്ങളായിട്ട് നമുക്ക് തോന്നാറെങ്കിലും പിന്നീടാണ് അതിൻ്റെ സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കാറുള്ളത്. ഇപ്പം നമ്മൾ ഒരു അബ്ഡോമിനൽ സ്ട്രക്ചർ എടുത്ത് നോക്കുമ്പം നമ്മുടെ ശരീരത്തിലെ സ്റ്റൊമക്ക് ഇരിക്കുന്ന ഈ ഭാഗം, അതിൻ്റെ ഇടതുവശത്തായിട്ട് ലിവർ, പിന്നെ ഈ പച്ച കളറിലുള്ളത് ബൈൽ ഡക്റ്റ്, ഗോൾ ബ്ലാഡർ, പിന്നെ ഇവിടെയാണ് ഈ മഞ്ഞ കളറിലുള്ളതാണ് പാൻക്രിയാസ്. ഇന്നലെ നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഹെഡ്, ബോഡി, ടെയില്. പാൻക്രിയാറ്റിക് ഡക്റ്റ് ഇവിടെ ഇരിക്കും, ബൈൽ ഡക്റ്റ് ഇവിടെ ഇരിക്കും. പിന്നെ അതിൻ്റെ താഴെയായിട്ടാണ് നമ്മുടെ കുടൽ, ചെറിയ കുടലും വലിയ കുടലും. നമ്മുടെ ശരീരം പലപ്പോഴും ഇതിനെ സംബന്ധിച്ചുള്ള സൂചനകൾ നമുക്ക് കാണിക്കാറുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ വ്യക്തമായിട്ടുള്ള ലക്ഷണങ്ങളോ കാരണങ്ങളോ കണ്ടുപിടിക്കാറില്ല. പ്രധാനമായിട്ടും നമ്മൾക്ക് ഈ എപ്പിസോഡിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും പാൻക്രിയാറ്റിക് ഡിസീസിനെ റിലേറ്റഡ് ആയിട്ടുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ്. യൂഷ്വലി കണ്ണും ചർമ്മവും മഞ്ഞ നിറത്തിലുണ്ടാകുന്ന ചേഞ്ചസ്, പിന്നെ നമ്മുടെ മൂത്രത്തിന് ഇരുണ്ട നിറം ഉണ്ടാകും, പിന്നെ നമ്മുടെ മലം അതിൻ്റെ കളറ് വെളുത്ത് അല്ലെങ്കിൽ എണ്ണ പോലെ നിൽക്കും. യൂഷ്വലി അത് നല്ല ഹാർഡും പിന്നെ വെള്ളത്തിൻ്റെ അടിയിൽ ഇരിക്കുകയാണ് സാധാരണ ചെയ്യുക. പിന്നെ നമ്മുടെ ശരീരമാസകലം ചൊറിച്ചിൽ, പ്രത്യേകിച്ച് റാഷസ് ഒന്നും കാണാതെ കണ്ടിന്യൂസ് ആയിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. പിന്നെ ദഹന പ്രശ്നങ്ങളും നെഞ്ചെരിവ്, പൊളിച്ച് തികട്ടുക എന്നൊക്കെ പറയുന്ന ചെറിയ ചെറിയ സിംറ്റംസ് പാൻക്രിയാസിനെ റിലേറ്റഡ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള സിംറ്റംസ് ആണ്. നമുക്ക് ആദ്യം ജോണ്ടിസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സാധാരണ നമ്മുടെ കണ്ണുകൾ വെളുത്ത നിറത്തിലാണ്. നമ്മുടെ ശരീരത്തിലെ സ്കിന്നിനും സ്വാഭാവികമായിട്ടും നോർമൽ സ്കിൻ കളർ ആയിരിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ലക്ഷണം, എന്തെങ്കിലും വ്യത്യാസം, നിറവ്യത്യാസം കണ്ണുകൾക്ക്, മഞ്ഞ നിറമാണ് യൂഷ്വലി ജോണ്ടിസ് എന്ന് പറയുന്നത്, ചർമ്മവും അതുപോലെ മഞ്ഞ നിറത്തിലേക്ക് മാറും. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പാൻക്രിയാസിന്റെ അടുത്തായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബൈൽ ഡക്റ്റ് സ്ഥിതി ചെയ്യുന്നു. അവിടെ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷനോ തടസ്സമോ നേരിടുമ്പോൾ ആ ബൈല് ശരീരത്തിൽ കൂടുകയും അതിനാൽ നമ്മുടെ കണ്ണും സ്കിന്നിനും മഞ്ഞ നിറം ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ലക്ഷണം കണ്ണുകളിലും ചർമ്മത്തിലും മഞ്ഞ നിറം കാണുക എന്നതാണ്. സാധാരണയായി കണ്ണുകൾ വെളുത്ത നിറത്തിലായിരിക്കും. എന്നാൽ കണ്ണുകൾ മഞ്ഞ നിറത്തിലേക്ക് മാറുകയാണെങ്കിൽ അതിന് ജോണ്ടിസ് എന്ന ലക്ഷണം കൊണ്ടായിരിക്കാം. പാൻക്രിയാസിന്റെ സമീപത്തുള്ള ബൈൽ ഡക്റ്റിന് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ ശരീരത്തിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബിലിറൂബിന്റെ ലെവല് കൂടുവാൻ ചാൻസ് ഉണ്ട്. ഈ പിക്ചർ കാണുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. ഇത് ഈ ഭാഗത്ത് നമുക്ക് യൂഷ്വലി മഞ്ഞ നിറം, വെള്ള നിറമായിരിക്കും. ജോണ്ടിസിന്റെ സമയത്ത് ഇത് മഞ്ഞയായിരിക്കും. ഇവിടെ നോർമൽ സ്കിന്നും അബ്നോർമൽ സ്കിന്നും കാണിച്ചിരിക്കുന്നു.
രണ്ടാമത്തത് മൂത്രത്തിലുണ്ടാകുന്ന ചേഞ്ചസ്, ഡാർക്ക് കളേർഡ് യൂറിൻ. സാധാരണ മൂത്രത്തിന് ഇളം മഞ്ഞ നിറമാണ്, അത് നോർമലാണ്. ജോണ്ടിസ് ഒക്കെ ആയി കഴിയുമ്പോഴോ പാൻക്രിയാസിനും ലിവറിനും പ്രോബ്ലം ഉണ്ടാകുമ്പോൾ വളരെ ഇരുണ്ട നിറത്തിലുള്ള ഒരുമാതിരി ചായയുടെ നിറം പോലെ ആയിരിക്കും യൂറിൻ. ഇതിന്റെ കാരണം ബൈൽ ശരിയായ രീതിയിൽ പുറത്തേക്ക് പോകാതെ രക്തത്തിൽ കലർന്നാല് അത് നമ്മുടെ കിഡ്നി അല്ലെങ്കിൽ വൃക്കകളിലൂടെ പുറത്തു പോകുമ്പോൾ മൂത്രത്തിന്റെ നിറം ഇരുണ്ടതായിട്ട് മാറും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാരണമാണ്. സാധാരണ നമ്മൾ ഇത് ശ്രദ്ധിക്കാറേ ഇല്ല, പക്ഷേ ചിലപ്പോഴൊക്കെ നമുക്ക് വല്ലപ്പോഴും ഒക്കെ നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ശരീരത്തിന്റെ ബയൽ കൂടുന്നത് വേറൊരു സൂചനയാണെങ്കിലും യൂറിനിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പിക്ചറിൽ സാധാരണ നോർമലായിട്ടുള്ള യൂറിന് നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ ഡീഹൈഡ്രേറ്റഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന മഞ്ഞ നിറം, നന്നായിട്ട് പിന്നെ വെള്ളം കുടിക്കുമ്പോഴുണ്ടാകുന്ന നിറം ഇത് നോർമലായിട്ടുള്ള യൂറിൻ ഇത്. പിന്നെ ഒട്ടും വെള്ളം കുടിക്കാൻ പറ്റാതെ വരുമ്പം നമുക്ക് ചുമന്ന കളറിൽ സിവിയർ ഡീഹൈഡ്രേഷനിൽ ആ കളർ വരെ വരാറുണ്ട്. ഈ ഒരു ചാർട്ട് ഓരോ കളറിലുള്ള ചേഞ്ചസ്, എന്തുകൊണ്ടാണ് യൂറിൻ്റെ കളറിന് ചേഞ്ചസ്, ചില ആഹാരങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ അതിനൊരു പിങ്ക് റെഡ് നിറം വരാറുണ്ട്. ചില ടോക്സിൻസ് അല്ലെങ്കിൽ വൈറ്റമിൻസ് അല്ലെങ്കിൽ ലാക്സറ്റീവ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനൊരു ഡാർക്ക് കളർ വരാറുണ്ട്. പിന്നെ ഫുഡ് കളറിങ് യൂസ് ചെയ്ത ഫുഡ്, ലിവർ ഡിസീസ്, യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴും ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ നിറത്തിലുള്ള യൂറിൻ കാണാറുണ്ട്. യൂറിനറി കാത്തറ്റർ ഇടുമ്പോൾ ചിലപ്പോൾ ചെറുതായിട്ടൊരു വയലറ്റ് കളറും കാണാറുണ്ട്. മൂന്നാമത്തെ സിംറ്റം പെയിൽ ഗ്രീസി സ്റ്റൂൾ അല്ലെങ്കിൽ വെളുത്ത എണ്ണ പോലെയുള്ള മലം. സാധാരണ ഈ മലം എന്നുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ക്ഷമിക്കുക. സാധാരണ നമ്മുടെ കളർ ഓഫ് ഫീസീസ് ബ്രൗൺ കളറാണ്, അത് വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നതായിരിക്കും. വെളുത്ത അല്ലെങ്കിൽ മണ്ണിന്റെ നിറം, എണ്ണ പോലെ തിളങ്ങുന്ന മലം കണ്ടു കഴിഞ്ഞാൽ അതിൽ അബ്നോർമാലിറ്റി ഉണ്ടെന്ന് തീരുമാനിക്കണം. ചിലപ്പോൾ അത് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും, അത് ഗ്രീസി ആയതുകൊണ്ടാണ്. ഇതിന്റെ കാരണം ബൈലാണ് നമുക്ക് നോർമലി ഫീസസിന് ബ്രൗൺ നിറം നൽകുന്നത്. അത് ശരിയായി ഇൻറ്റസ്റ്റിനിൽ എത്താതിരിക്കുമ്പോൾ ഫീസീസ് അല്ലെങ്കിൽ മലം വെളുത്തിരിക്കും. ഇത് മറ്റേ യൂറിൻ്റെ ചാർട്ട് പോലെ തന്നെ മലത്തിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സും അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനുള്ള കാരണങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. ഇതുപോലൊക്കെ സാധാരണയായിട്ട് ഗ്രീസി സ്റ്റൂള് ലിവർ ഡിസീസിലും പാൻക്രിയാസിലും കാണാറുണ്ട്. ഇച്ചിങ് വിത്തൗട്ട് റാഷ് അല്ലെങ്കിൽ റാഷ് ഇല്ലാത്ത ചൊറിച്ചിൽ. സാധാരണ നമുക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. തുടർച്ചയായിട്ട് ചൊറിയുകയും ചർമ്മത്തിൽ റാഷ് ഒന്നും കാണാതിരിക്കുകയും കൂടുതൽ സമയവും ഇതുണ്ടാകുന്നത് രാത്രി സമയത്താണെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിന്റെ കാരണം രക്തത്തിൽ ബൈൽ സോൾട്ട് കൂടുമ്പോൾ ചർമ്മത്തിലെ നാഡികളെ അത് പ്രേരിപ്പിക്കുകയും ചൊറിച്ചിലുണ്ടാക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ നോർമൽ സ്കിന്നിൽ ചൊറിച്ചിലുണ്ടാകാം, എക്സിമ ഉള്ളവർക്കുണ്ടാകാം, സൊറായസിസ്, അങ്ങനത്തെ സ്കിൻ ഡിസീസ് ഉള്ളവർക്കുണ്ടാകാറുണ്ട്. പക്ഷേ ഇത്തരം ചൊറിച്ചിൽ രാത്രിയിൽ കൂടുതൽ അനുഭവപ്പെടുമ്പോൾ ബൈൽ സോൾട്ടുകൾ കൂടുതൽ രാത്രിയിൽ സ്കിന്നിലേക്ക് നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് സ്കിന്നിലേക്ക് വരുന്നത് കൊണ്ട് നമുക്ക് റാഷ് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇച്ച് ചെയ്യും. എൻ്റെ അമ്മയുടെ സിറ്റുവേഷനിൽ ഇതായിരുന്നു തുടക്കം. പിന്നീട് ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ഈ തുടക്കത്തിൽ നിന്ന് ഇതാണ് പിന്നീട് കണ്ടത്. ഇങ്ങനെ കറുത്ത പൊട്ടുകൾ അമ്മയുടെ കാലില്, ബാക്കില്, കാലിന്റെ പാദം വരെ ഇങ്ങനെ ബ്ലാക്ക് കളറിലുള്ള പൊട്ടുകളാണ്. ഇത് നമ്മൾ ഡോക്ടേഴ്സ്, ഡെർമറ്റോളജിസ്റ്റിനെയൊക്കെ കാണിക്കുമ്പോഴൊന്നും അവരാരും ഇത് പാൻക്രിയാറ്റിക് ക്യാൻസർ റിലേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടില്ല. ഇതിനൊക്കെ ട്രയാംസിനലോണ്, പ്രെഡ്നിസോൺ ക്രീമും ഒക്കെ തന്ന്, പക്ഷെ വീണ്ടും ഇതിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു, ഇത് പോകുന്നതേ ഇല്ല ശരീരത്തിൽ നിന്ന്. ഇതൊക്കെ നമുക്കൊരോ സയൻസ് ആയിരുന്നു എന്ന് പിന്നീടാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ശരിക്കും ബ്ലോട്ടിംഗ്, ഡൈജഷൻ പ്രോബ്ലം 3 വർഷം കൊണ്ടുണ്ടായിരുന്നു. അപ്പം സാധാരണയായി നമ്മൾ ചിന്തിക്കുന്നത് ഭക്ഷണത്തിന് ശേഷം ഉണ്ടാകുന്ന തികട്ടലോ പൊളിപ്പോ ആണ് എന്നായിരുന്നു. സ്ഥിരമായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് അമ്മ കംപ്ലൈൻറ്റ് ചെയ്യാത്തത് കാരണം നമ്മൾ അത് നോർമലായിട്ട് എടുത്തു. പക്ഷേ ഈ ഡിസീസ് അഡ്വാൻസ് ചെയ്ത സമയത്ത് സ്ഥിരമായിട്ട് ഈ സിംറ്റംസ് വന്നു. വേഗം വയറ് നിറഞ്ഞതായിട്ട് പറയും. പിന്നെ ഏമ്പക്കം, ഗ്യാസ്, ബ്ലോട്ടിങ്, ദഹിക്കാൻ പ്രയാസം വന്നിട്ട് ആഹാരത്തോടുള്ള
കഴിക്കാനുള്ള മടുപ്പും കാണിച്ചു. പിന്നെ മലത്തിന്റെ രീതിയിൽ മലം പോകുന്ന രീതി മാറി വന്നു. കുറച്ചേ പോകത്തുള്ളൂ, ഫ്രീക്വന്റ് ആയിട്ട് പോകണമെന്ന് തോന്നും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ബ്ലോക്കേജ് ആയി 2 ദിവസം. അങ്ങനെയാണ് നമ്മൾ അൾട്രാസൗണ്ടും ഒക്കെ എടുക്കാനായിട്ട് പോയത്. ഇതിന്റെ കാരണം പാൻക്രിയാസ് ദഹന എൻസൈമുകൾ നിർമ്മിക്കുന്നതാണെന്ന് നമ്മൾ എപ്പിസോഡ് 2 എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അത് ശരിയായിട്ട് പ്രവർത്തിക്കാതെ വരുമ്പം ഭക്ഷണം നമുക്ക് ദഹിക്കാൻ പ്രയാസം ഉണ്ടായിട്ട് ഇത്തരം സിംറ്റംസ് ഉണ്ടാകാറുണ്ട്. ഇപ്പം വയറിന്റെ മുകൾ ഭാഗത്തായിട്ട് വേദനയും വീർത്തിരിക്കുന്നതായിട്ട് തോന്നും, ബ്ലോട്ടിംഗ് ആയിട്ട് തോന്നും, പിന്നെ ഗ്യാസ് പെയിൻ അല്ലെങ്കിൽ ഹാർട്ട് ബേൺ, നെഞ്ചെരിവുണ്ടാകും. അപ്പം സ്റ്റൊമക്കിൽ ഗ്യാസ് ഇങ്ങനെ ട്രാപ്പ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഏമ്പക്കം വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു ലക്ഷണം മാത്രം ഇതിലുണ്ടായാൽ നമ്മൾ പ്രശ്നമില്ല എന്ന് പറഞ്ഞ് കളയരുത്. കണ്ടിന്യൂസ് ആയിട്ട് ഈ സിംറ്റംസ് വന്നുകൊണ്ടിരിക്കുമ്പോഴോ ഒന്നിലധികം ലക്ഷണങ്ങൾ ഒന്നിച്ചു വരികയോ ചെയ്താൽ അതിന് തീവ്രമായ പരിശോധനയ്ക്ക് ആ വ്യക്തിയെ നമ്മൾ സമർപ്പിക്കേണ്ടതാണ്. കാരണം ഒരു ലക്ഷണം ഉണ്ടായാൽ വലിയ പ്രശ്നമില്ല എന്ന് കരുതുന്ന ഒരു ചിന്താഗതിയാണ് നമ്മുടെ സാധാരണക്കാർക്ക്. ഞങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇത് പറയുന്നത്. പക്ഷേ അഡ്വാൻസ് സ്റ്റേജ് ആയപ്പം എൻ്റെ അമ്മയ്ക്ക് ഈ മുകളിൽ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഒന്നിച്ച് വന്നു 2 ദിവസം അടുപ്പിച്ച്. നമ്മുടെ ശരീരം ആദ്യം ചുവട് വെക്കുന്നത് ചെറിയ സൂചനകൾ കൂടെയാണ്. അത് ഒന്നിച്ചു വരുമ്പോഴോ അബ്നോർമലായിട്ട് തോന്നുമ്പോഴോ നമ്മൾ അതിനെ അവഗണിക്കാൻ പാടില്ല. നമ്മുടെ ശരീരത്തിന്റെ സൂചനകൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിന്റെ തക്കതായ സമയത്ത് പരിശോധന നടത്തണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റൂ. ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മുടെ ശരീരം തരുന്ന ആ 4 സൈൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യണം. നമ്മുടെ അറിവ് തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മുടെ ആരോഗ്യം നഷ്ടമായാലും നമ്മൾ ഉണ്ടാക്കുന്നതും നമ്മുടെ ഡിഗ്രികൾ, നമ്മുടെ മണി, നമ്മുടെ സേവിങ്സ് എല്ലാം നഷ്ടമല്ലേ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കി സേവിങ്സിലൊക്കെ ഇട്ടേച്ച് അവസാനം അതും ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലുകാരോ ഏതെങ്കിലും ഒരു ഓൺകോളജിസ്റ്റോ ഫാർമസി കമ്പനികളോ അല്ലേ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ശരീരം നൽകുന്ന സൂചനകൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ പാൻക്രിയാസ് വളരെ ചെറിയ ഓർഗൻ ആണെങ്കിലും അത് തരുന്ന ചെറിയ ചെറിയ സിംറ്റംസ് വളരെ സൂക്ഷ്മമായി നമ്മൾ ചിന്തിച്ച് ശരീരം പറയുന്ന സൂചനകളെ അവഗണിക്കാതെ, ഞാൻ ഈ എപ്പിസോഡിൽ കൂടി നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്ന ഈ ആരോഗ്യ പരമ്പരയുടെ ഭാഗമായിട്ട് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതിന് ശേഷം കൂടുതൽ ആരോഗ്യ അറിവുകളുമായിട്ട് ഞാൻ വീണ്ടും വീണ്ടും ഇതിൻ്റെ എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്യും. അമ്മയുടെ റിക്കവറി അനുസരിച്ച്, അമ്മയുടെ പ്രോഗ്രഷൻ അനുസരിച്ച് ഓരോ എപ്പിസോഡും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഓരോ എപ്പിസോഡുകളും വാച്ച് ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് അറിവുള്ളവരോട്, നിങ്ങളുടെ ഫ്രണ്ട്സിനോട്, ഫാമിലിയോട് ഇത് ഷെയർ ചെയ്യണം. ഞാൻ ഇനി വീണ്ടും എപ്പിസോഡ് 4 വരും. ആ സമയം വരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലേണിംഗ്. സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ വാർഗസ് അക്കാഡമി @jvargas1994 അതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ മെയിൻ ഉദ്ദേശം സബ്സ്ക്രിപ്ഷനോ മെമ്പേഴ്സിനെ കൂട്ടുന്നതോ ഫൈനാൻഷ്യൽ പ്രോഫിറ്റോ ഒന്നുമല്ല. ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണലാണ്. എൻ്റെ അമ്മയ്ക്ക് ഇത് സംഭവിച്ചത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ആൾക്കാർ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ പേരൻസിനൊന്നും ഒന്നും സംഭവിക്കില്ല എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ അറിവ് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുത്തിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഇങ്ങനെയുള്ള ഡാമേജസ് ഒന്നും വരാതെ നമ്മൾ സൂക്ഷ്മമായും ശ്രദ്ധിക്കേണ്ടതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോസ് തയ്യാറാക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ്.